കഴിഞ്ഞ 3 ആഴ്ചക്കിടെ 10 അട്ടിമറി ശ്രമങ്ങളാണ് രാജ്യത്ത് ട്രെയിനുകൾക്ക് നേരെ നടന്നത്. മധ്യപ്രദേശിലെ ഖണ്ഡോ ജില്ലയിലാണ് സൈനിക ട്രെയിനിന് നേരെ കഴിഞ്ഞ ബുധനാഴ്ച ആക്രമണമുണ്ടായത്. ഇത്തരം അട്ടിമറി ശ്രമങ്ങൾ ഇന്ത്യൻ സേനയും ഇന്റലിജൻസ് ബ്യൂറോയും അടക്കം അന്വേഷിച്ചു വരുന്നു. ഖണ്ഡോ ജില്ലയിൽ ട്രെയിനിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ സ്ഫോടനത്തിന് ഉപയോഗിച്ച ഡിറ്റനേറ്ററുകൾ സുരക്ഷാ ഡ്രില്ലുകൾക്കും മറ്റുമായി റെയിൽവേ തന്നെ ഉപയോഗിക്കുന്നതാണെന്നും പരിശോധനയിൽ തെളിഞ്ഞു. പ്രത്യേക സാഹചര്യങ്ങളിൽ ലോക്കോ പൈലറ്റുമാർക്ക് മുന്നറിയിപ്പ് നൽകാനായി ഡിറ്റനേറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ശബ്ദവും പുകയും ഉണ്ടാകുമെന്നല്ലാതെ ഇത് അപകടകാരിയല്ല. പക്ഷേ സൈനിക ട്രെയിൻ കടന്നു പോകുമ്പോൾ പാളത്തിൽ സ്ഥാപിച്ച ദുരൂഹതയുണ്ട് എന്നാണ് ദേശീയ ഏജൻസികളുടെ കണ്ടെത്തൽ. ഇതാണിപ്പോൾ പോലീസും RPFും അന്വേഷണ വിധേയമാക്കിയത്. കൂടാതെ സൈനികരെ അപായപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ NIAയും ആർമി, മിലിറ്ററി ഇന്റലിജൻസും അടക്കം അന്വേഷിക്കാനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം. ഈ അട്ടിമറി ശ്രമങ്ങൾ കേന്ദ്ര സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. ഭാരതത്തിലെ നിരപരാധികളെ കൊന്നൊടുക്കാൻ ഇന്നും ഇന്നലെയുമല്ല പാകിസ്ഥാൻ പദ്ധതികൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം വിഫലമാക്കുന്ന നീക്കങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതും. പാകിസ്ഥാനിൽ നിന്നും പരിശീലിപ്പിച്ചു വിടുന്ന ISI ചാവേറുകൾ വലിയ രീതിയിൽ ഭാരതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു കർണാടകയിൽ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ കലാപം സൃഷ്ടിക്കാൻ ചില മത തീവ്രവാദികൾ നടത്തിയ ശ്രമം. കഴിഞ്ഞ വർഷം പാർലമെൻറ്റിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച അക്രമികൾ കളർ സ്പ്രേ അടക്കം ഉപയോഗിച്ചതും ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ജമ്മു കശ്മീരായിരുന്നു ആക്രമണങ്ങളുടെ കേന്ദ്ര ബിന്ദു. പക്ഷേ അവിടെ ഇന്ത്യൻ സേനയടക്കം വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതോടെ തീവ്രവാദ ആക്രമണം നന്നായി കുറഞ്ഞു. അതിർത്തികൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ കർശന നിയന്ത്രണത്തിലും അതോടൊപ്പം പരിശോധനയും കർശനമാണ്. ഇങ്ങനെ പഴുതില്ലാത്ത വിധം സുരക്ഷ ശക്തമാക്കിയപ്പോഴാണ് രാജ്യത്ത് തീവണ്ടികൾ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നത്. ആദ്യമൊക്കെ റെയിൽവേ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള പാകപ്പിഴകൾ കൊണ്ടാണ് ഇത്തരം ട്രെയിൻ പാളം തെറ്റലും മറ്റും ഉണ്ടായത് എന്നാണ് കേന്ദ്രം കരുതിയത്. പക്ഷേ വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് അട്ടിമറി ശ്രമമാണ് നടന്നതെന്ന് മനസ്സിലാക്കിയത്. ട്രാക്കുകളിൽ അപകടകരമായ മെറ്റലുകൾ വെച്ച് അട്ടിമറിക്കാൻ ശ്രമം. ഇതിനൊപ്പമാണ് ട്രാക്കുകളിൽ ഡിറ്റനേറ്ററുകൾ വയ്ക്കാനുള്ള ശ്രമവും കണ്ടെത്തിയത്. എന്തായാലും NIAയും കേന്ദ്ര സേനകളുമൊക്കെ വളരെ ശക്തമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തി വരികയാണ്.